ഭീകരതയ്ക്കെതിരെ പോരാട്ടം കടുപ്പിച്ച് ഇസ്രായേൽ. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ഹഫീഫ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ തയ്യാറെന്ന നിലപാട് ലെബനൻ അറിയിച്ചിരുന്നു. അമേരിക്കയും ലെബനനും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഹമാസ് വക്താവ് കൊല്ലപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ തന്നെയാണോ പുറത്തുവരുന്നത്? വിഷ്ണു, തീർച്ചയായും സ്ഥിരീകരിച്ച വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് ഹഫീഫ് എന്ന് പറയുന്ന വ്യക്തി ഹിസ്ബുള്ളയുടെ വക്താവായി തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാധ്യമ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഹഫീഫ്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെബനനിലെ ബെയ്റൂട്ടിൽ അതിശക്തമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞ 2 ദിവസമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആക്രമണത്തിൽ നിരവധി ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള ഭീകരസ്വഭാവമുള്ളവർ തമ്പടിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ പ്രദേശത്തേക്കാണ് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറകെയാണ് ഹഫീഫിന്റെ മരണം സംഭവിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഹഫീഫിന്റെ ഇടപെടൽ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു. ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനയായി ഹിസ്ബുള്ള പ്രവർത്തിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം കൃത്യമായി സ്ഥിരീകരിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് ഈ ആക്രമണം എന്നതാണ് ഏറെ പ്രാധാന്യം. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.